തന്റെ സുഹൃത്തായിരുന്ന മോഹനന്റെ മരണത്തോടെ അവന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഏറ്റെടുക്കുന്ന മദനൻ അവരെ നന്നായി തന്നെ നോക്കുകയും കോഴിക്കുഞ്ഞുങ്ങളെ വിറ്റും നന്നായി തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം തന്റെ ബന്ധുവാണെന്ന് പറഞ്ഞുവരുന്ന ഒരാൾ മദനനെ ഒരു പാർട്ടിയുടെ ഡമ്മി സ്ഥാനാർത്ഥിയാക്കുന്നു. അവന്റെ അതേ പേരുള്ള ഒരാളായിരുന്നു അവരുടെ എതിർപാർട്ടി സ്ഥാനാർത്ഥി. പിന്നീട് അവനെ 2 ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് മദനന്റെ വീട്ടിൽ അവൻ ദുബായിൽ പോയി എന്നും പറയുന്നു. എന്നാൽ അവനെ തപ്പി എതിർപാർട്ടിക്കാർ നാട് മുഴുവൻ അന്വേഷിക്കുന്നു. പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവനെ വിട്ടയക്കാൻ നിന്നവരോട് പാർട്ടിക്കാർ പറഞ്ഞതുപോലെ അവനെ പിന്നെയും റിസൾട്ട് വരുന്നതുവരെ അവിടെ പിടിച്ചിടുന്നു. അങ്ങനെ റിസൾട്ട് വരുമ്പോൾ എതിർപാർട്ടിയിലുണ്ടായിരുന്ന മദനൻ തോൽക്കുന്നു. മദനനെ നമ്പൂതിരിമാർ വീട്ടിൽ കൊണ്ടുചെന്നാക്കുന്നു. പക്ഷേ അവന്റെ കോഴികളെല്ലാം അപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും മദനനും ഭാര്യയും എങ്ങനെയൊക്കെയോ പിന്നെയും ജീവിതം മെച്ചപ്പെടുത്തുന്നു. എന്നാൽ പിന്നീട് അപ്പുറത്തെ പാർട്ടിയിലുണ്ടായിരുന്ന മദനന്റെ കൊട്ടേഷനുമായി നമ്പൂതിരിമാർ മദനന്റെ വീട്ടിൽ വരുന്നു. അങ്ങനെ മദനൻ കാശുണ്ടാക്കാൻ അവർക്കൊപ്പം പോകുന്നു. പക്ഷേ അവനെ പൊക്കാനായി ഓപ്പറേഷൻ മദനോത്സവം എന്ന പേരിൽ എതിർപാർട്ടിക്കാർ ഇറങ്ങുന്നു. അങ്ങനെ മദനനെ കിട്ടുന്ന അവർ അവന് 10 ലക്ഷം രൂപ എതിർപാർട്ടിയിലുള്ള മദനനെതിരെ മത്സരിക്കാൻ കൊടുക്കുന്നു. എന്നാൽ അവിടെയെത്തുന്ന നമ്പൂതിരിമാർ മദനനെ അവിടുന്ന് കൊണ്ടുപോകുന്നു. എന്നിട്ട് മദനൻ എതിർപാർട്ടിയിലുള്ള മദനന്റെ അടുത്ത് ഇലക്ഷനിൽ നിൽക്കാതിരിക്കാൻ 25 ലക്ഷത്തിന്റെ ഡീൽ ഉറപ്പിക്കുന്നു. പിന്നെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ വരുന്ന അവൻ അവിടെ എതിർപാർട്ടിക്കാരെ കാണുന്നു. എന്നാൽ അവർ അവിടുന്ന് രക്ഷപ്പെടുന്നു. തന്റെ കാശെടുക്കാൻ വേണ്ടി 2 പാർട്ടിക്കാർ തമ്മിൽ തല്ല് നടക്കുന്ന വീട്ടിലേക്ക് മദനൻ വീണ്ടും വരുന്നു. എന്നിട്ട് കാശുമെടുത്ത് നമ്പൂതിരിമാരുടെ കൂടെ കർണാടകയിൽ പോയി കോഴി ബിസിനസ് ചെയ്യുന്നു. എന്നാൽ അവിടേക്ക് ഇലക്ഷന്റെ ഭാഗമായി മദനൻ മഞ്ഞക്കാരൻ വീണ്ടും വരുന്നു.